H4 അഥവാ H19 എന്ന് പറയുന്ന ഒരു മോഡലിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്നുള്ളത് ഞാൻ ഇച്ചിരി സർപ്രൈസ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. കുറച്ച് കോമൺ അല്ലാത്തൊരു മോഡലാണ് H1 എന്ന് പറയുന്നത്. കാരണം തീരെ ചെറിയൊരു ബൾബാണ്. എല്ലാ വാഹനത്തിനും ഒരേ ഹെഡ്ലൈറ്റ് ബൾബാണോ? ഇങ്ങനെ ഒരു സംശയം കോമൺ ആണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ആ വാഹനത്തിൽ, അതായത് രാകേഷിൻ്റെ സെലീറിയൽ ചെയ്ത സെയിം ബൾബ് തന്നെയാണോ എൻ്റെ വാഹനത്തിൽ വരുന്നത്? ഇങ്ങനൊരു സംശയം കോമൺ ആണ്. പക്ഷേ എല്ലാ വാഹനത്തിനും ഒരേ ബൾബല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബൾബ് എങ്ങനെ കണ്ടുപിടിക്കും? അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാവുള്ളൂ. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏതാണെന്ന് നോക്കിയാൽ കറക്റ്റ് അറിയാൻ സാധിക്കും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ അറിയണം ഏതൊക്കെ ടൈപ്പ് ഹെഡ്ലൈറ്റ് ബൾബുകൾ അവൈലബിൾ ആണ്. അതായത് ഇപ്പം നമ്മളൊരു കടയിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബൾബ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്, ഏത് ബൾബാണ് എൻ്റെ വാഹനത്തിന് സൂട്ടബിൾ ആയിട്ടെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? സിമ്പിളായിട്ട് നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ആ ബൾബ് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബൾബിൻ്റെ ബാക്കിൽ വളരെ കൃത്യമായിട്ട് ആ ബൾബ് ഏതാണ് നമ്പർ അഥവാ ഏത് ബൾബാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംശയം ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് തീർത്ത് തരാം. അതായത് ഓരോ ബൾബായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് കാണിച്ചു പോയേക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഞാൻ ഒരുപാട് ബൾബുകൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതായത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലൈറ്റ്സ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, പല കമ്പനീസിൻ്റെ ബൾബ് യൂസ് ചെയ്യും, അത് വർക്ക് ചെയ്ത് നോക്കും, നല്ലതാണോ അല്ലയോ നോക്കും. നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാനത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ സൈഡായിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ സെയിലും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നല്ല വെട്ടം, അതായത് വെട്ടം എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും റോഡ് കാണുക എന്ന് തന്നെയാണ്. പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു വെള്ളവെട്ടം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. വെള്ളവെട്ടം അല്ല നമുക്ക് വേണ്ടത്. വെള്ളവെട്ടമാണെങ്കിൽ പോലും വഴി കാണാൻ സാധിക്കണം. അത് മഴയുള്ള സമയത്തും മഞ്ഞുള്ള സമയത്തും നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടണം. മഴ നനഞ്ഞു കിടക്കുന്ന സമയത്ത് റോഡിൽ നല്ല രീതിക്ക് കാണാൻ സാധിക്കണം. പ്രത്യേകിച്ച് മഴ നനഞ്ഞ ഒരു റോഡ് അല്ലെങ്കിൽ നനഞ്ഞു കിടക്കുന്ന റോഡ് നമുക്ക് ഒരിക്കലും വെട്ടം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബൾബിൽ നമുക്ക് ഒരു കാരണവശാലും വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന ഒരു ലൈറ്റ്, അതായത് നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ക്രോസ് ലിങ്ക് വീൽസിൻ്റെ ലൈറ്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റോഡ് കാണാൻ പറ്റും. ഇത് ഞാൻ വെറുതെ വാക്കുകൊണ്ട് പറയുന്നതല്ല, ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്വന്തം സെലീറിയോയിൽ ഞാനിത് ഫിറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കുട്ടിക്കാനം പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. നല്ല മഴയും മഞ്ഞും ഉണ്ട സമയത്തായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് പിൻ ചെയ്തിട്ടോളാം. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ബൾബ് ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു HB3 ഒന്ന് കാണിച്ചു തരാം. ഈ HB3 ബൾബ് കാണാൻ എങ്ങനെയുണ്ടായിരിക്കും? ഇതെല്ലാം ക്രോസ് ലിങ്ക് വീൽസിൻ്റെ 192 അവരുടെ ഏറ്റവും പുതിയ മോഡലാണ്. ഇത് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബൾബ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ദേ നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു HB3 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതാണ് ഈ ഒരു സോക്കറ്റ്, അതായത് ഈ ഒരു കണക്ടറിലാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ മുഴുവൻ വരുന്നത്. വേണ്ടേ ഈ ഒരു കണക്ടർ, അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു കണക്ടറിലാണ് ഇതിൻ്റെ ഫുൾ ഡിഫറൻസ് വരുന്നത്. ഇതാണ് ശരിക്കും ഒരു ബൾബിൻ്റെ വ്യത്യാസം. പക്ഷേ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ H4 അഥവാ H19 എന്ന് പറയുന്ന ഒരു മോഡലിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്നുള്ളത് ഞാൻ ഇച്ചിരി സർപ്രൈസ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. അതായത് ഇതൊരു സിംഗിൾ പോയിന്റ് ബൾബാണ്, ഒറ്റ കണക്ഷൻ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ ഹോൾഡർ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു HB3 അഥവാ 9005 എന്ന് പറയുന്ന ബൾബാണ്. ഇതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അത് 2 ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഇത് ഒരെണ്ണം അങ്ങോട്ട് മാറ്റുകയാണ്. ഇനി അടുത്തത് H1. കുറച്ച് കോമൺ അല്ലാത്തൊരു മോഡലാണ് H1 എന്ന് പറയുന്നത്. കാരണം തീരെ ചെറിയൊരു ബൾബാണ്, ഒരു പ്രസ്സിംഗ് ടൈപ്പ് വരുന്നൊരു ബൾബാണ്. കാരണം H1ൽ തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഈ ടൈപ്പ് ബൾബ് കിട്ടുമോ? ഇത്ര നീളമേ ഉള്ളൂ അതിൻ്റെ ബൾബിന്. പക്ഷേ നമുക്ക് H1ൻ്റെ ബൾബ് കിട്ടും. ഇതൊരു H1 ആണ്. കണ്ടോ, ഈ കാണുന്ന ഒരു H1 ബൾബാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ടർ നിങ്ങൾ കണ്ടോണം. വളരെ രസമാണ് ഇതിൻ്റെ കണക്ടർ കാണാൻ വേണ്ടി. കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഈ കൈവച്ചൊന്ന് മറയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കണക്ടർ വരുന്നത് H1ൻ്റെ. അപ്പോൾ ഇതിലെല്ലാം ഫാൻ വരുന്ന ടൈപ്പാണ്, കൂളിംഗ് ഫാൻ വരുന്ന മോഡലാണ് ഇതിലെല്ലാം വരുന്നത്. ഇതിനൊക്കെ 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്ന മോഡലാണ്. അപ്പോൾ ഇനി അടുത്ത് വരുന്നതാണ് H7 എന്ന് പറയുന്നൊരു മോഡൽ. H7ഉം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ പോയിന്റ് ബൾബ് തന്നെയാണ്. അതിൻ്റെ കണക്ടറിൻ്റെ വ്യത്യാസം വരുന്നത് ഇത് കണ്ടോണം. ഇതാണ് ഇതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ടർ വരുന്നത് H7. ഇതിൻ്റെ ബൾബ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ബൾബ് ശരിക്കും നമ്മുടെ H4 പോലെ ഏകദേശം സാമ്യം ഉണ്ടെന്ന് പറയാം. ഏകദേശം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ഇതിൻ്റെ ഹോൾഡർ അഴിച്ചെടുക്കാം.
കണ്ടോ, ഇതിൻ്റെ ഈ ഹോൾഡർ അഴിച്ചെടുക്കാൻ സാധിക്കും. ഈ ഹോൾഡർ ആദ്യം ഇൻസേർട്ട് ചെയ്തിട്ടാണ് ബൾബ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുന്നത്. ഇത് H7 ആണ് വരുന്നത്, H7. അപ്പോൾ H7ൻ്റെ ഹോൾഡർ നിങ്ങൾ കണ്ടു, H7ൻ്റെ ബൾബും നിങ്ങളിതേ കാണുന്നുണ്ട്. ഇനി H8 എന്ന് പറയുമ്പോഴത്തേക്കും H8, H9, H11 ഇതെല്ലാം ഏറെക്കുറെ കോമൺ ആണ്. അതായത് അതിൻ്റെ കപ്ലർ നമ്മൾ ഏകദേശം സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ചെറിയൊരു വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് H8 വരുന്നത്, അഥവാ H11. കാരണം കൂടുതലും ഫോഗ് ലാമ്പിൻ്റെ ബൾബൊക്കെ വരുന്നത് H11 ആണ്. ഇതിൻ്റെ കപ്ലർ വരുന്നത് ഇങ്ങനെയാണ്. ഇത് കപ്ലറും കൂടെ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇതാണ് H11. അടുത്ത് വരുന്നതാണ് HIR2 എന്ന് പറയുന്ന മോഡൽ, അഥവാ 9012. ഇതാണ് നമ്മുടെ 9012 വരുന്നത്. ഇതിൻ്റെ എല്ലാം ഈ ഒരു ഹോൾഡേഴ്സിനാണ് ഡിഫറൻസ് വരുന്നത്. കണ്ടോ, ഇവിടെ വരുന്ന ഈ ഒരു ഹോൾഡറിൻ്റെ ഡിഫറൻസ് ആണ് മെയിനായിട്ട് നമുക്ക് ഈ കാണുന്നത്. ഇതാണ് HIR2 എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ കണക്ടർ വേണ്ട ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും ഒരു സിംഗിൾ പോയിന്റ് ബൾബാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിനെ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ സാധാരണ ഹെഡ്ലൈറ്റ് ബൾബൊന്നുമല്ല. ഈ ഒരു ബൾബിന് ഇച്ചിരി പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്താണെന്നല്ലേ, ഇത് നമ്മുടെ മാരുതിയുടെ വാഹനങ്ങളിൽ വളരെ കോമൺ ആണ്. പക്ഷേ മിക്ക വാഹനങ്ങളുണ്ട്. ഞാൻ മാരുതിയുടെ വാഹനം മാത്രമല്ല പറയുന്നത്, എൻ്റെ സെലൂറിയൽ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ വരുന്നതാണ് H4. അപ്പോൾ H4ൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് അതിൻ്റെ കപ്ലർ. അതിൻ്റെ കപ്ലർ നിങ്ങൾ കണ്ടോണം. ഇത് ഇങ്ങനെയാണ് വരുന്നത്. 3 പോയിന്റ് ഇതിൻ്റെ കപ്ലറിൽ വരുന്നുണ്ട്. ഓക്കെ, 3 പോയിന്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഹൈ ആൻഡ് ലോ, ഹൈയും ലോയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിന് തന്നെ ഇത്രയും വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ഇതിലൊരു വലിയ കാര്യമുണ്ട്. ബാക്കി ഞാൻ കാണിച്ച മോഡൽസ് എല്ലാം ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ പിന്നെ ഷട്ടർ മെക്കാനിസം വരുന്ന മോഡൽസ്. അതായത് ഷട്ടർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ വരുന്ന ടൈപ്പ് മോഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൾബുകളാണ് ഞാനിപ്പോൾ കാണിച്ച കൂടുതലും സിംഗിൾ പോയിന്റ് വരുന്നത്. അതിൽ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഹൈ ബീം വരും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 2 ബൾബുകളാണ് വരുന്നത്. അതായത് 2 LED ബൾബ് യൂണിറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ 2 LED ബൾബ് യൂണിറ്റ് വരുന്ന പറയുമ്പോഴത്തേക്ക് നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു പോയിന്റ് വരുന്നത് ഹൈ ബീമും ഈ ഒരു പോയിന്റ് വരുന്ന ലോയും ആണ്. ഇവിടെ ഒരു കപ്പ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പകുതി പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിന്റെ താഴോട്ട് നമുക്ക് LED വരുന്നുണ്ട്, പക്ഷേ ഒരു കപ്പ് പോലെയാണ് നിൽക്കുന്നത്. അതായത് ലോ ബീമാണ്. ഇവിടുന്ന് ബൾബ് കത്തി മേളിലോട്ട് റിഫ്ലക്ടറിൽ റിഫ്ലക്ട് ചെയ്ത് നേരെ താഴോട്ട് വരുന്നതിനെയാണ് ലോ ബീം എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഫുള്ളായിട്ട് അത് പ്രകാശിച്ച് വരികയാണെങ്കിൽ ഹൈ ബീമാണ്, നേരെ മേളിലോട്ട് വല്ലവൻ്റെ കണ്ണിലോട്ടും അല്ലെങ്കിൽ വഴിയൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ബൾബ് ഇടുന്ന സമയത്ത് 100% എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഇത് വാങ്ങിച്ച ആൾക്കാരുടെ എല്ലാ അഭിപ്രായം നല്ല ബൾബാണ്. നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ള, ഒരു കാരണവശാലും H4 യൂസ് ചെയ്യുന്ന ആൾക്കാർ ഹൈ ബീം ഇട്ട് ഓടിക്കാതിരിക്കുന്നതാണ് നല്ല. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നവന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഹൈ ബീം യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഹൈ ബീം യൂസ് ചെയ്യാൻ പാടില്ല. ഏകദേശം ഞാനിപ്പോൾ ഉള്ള മോഡൽസ് എല്ലാം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വാഹനത്തിൽ വരുന്ന മോഡൽ ഏതാണ്, അതായത് നിങ്ങളുടെ വാഹനത്തിൽ വരുന്ന ഹെഡ്ലൈറ്റ് ബൾബ് ഏതാണെന്നുള്ള ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുന്ന കമൻറ്റും കൂടെ ഇട്ടേക്ക്. ഈ ബൾബ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ഇതിൻ്റെ MRP എത്രയാണ്, അതായത് ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എത്രയാണ്. ഇതിന് 15,199 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് 15,199 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് നിങ്ങൾ നോക്കണ്ട, നല്ലൊരു കിടുക്കൻ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തരുന്നതായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സംശയമാണ്, ഏത് ഹെഡ്ലൈറ്റ് വാങ്ങിയിടും, എത്ര വാട്ട്സ് ഉള്ള ഹെഡ്ലൈറ്റ് വാങ്ങിയിടും. ഞാൻ 100% സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, 200 വാട്ട്സിന് താഴെ, അതായത് 200 വാട്ട്സിന് താഴെയുള്ള LED ബൾബ് മാത്രം നിങ്ങൾ വാങ്ങിയിടാവുള്ളൂ. ലൂമൻ ഒരു ഏകദേശം 25,000 മാക്സിമം, അതിന് മുകളിലോട്ട് പോകരുത്. കാരണം അന്നേരം ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ നോർമൽ വാഹനങ്ങളൊക്കെ വരുന്ന ഒരു 65 വാട്ട്സിൻ്റെ ഹാലജൻ ബൾബാണ്. ഈ ഒരു ഹാലജൻ ബൾബ് ശരിക്കും നമുക്ക് എത്രത്തോളം ഹീറ്റ് ഉണ്ട്, എത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത്ര ഒരു ഹീറ്റ് തന്നെയാണ് ഏകദേശം ഒരു 100 വാട്ട്സിൻ്റെ, അതായത് ഒരു 100 വാട്ട്സിൻ്റെ LED ബൾബ് ഏറെക്കുറെ, അതായത് ഏകദേശം അതിനോട് സാമ്യം, അത്രയും തന്നെ വരുന്നില്ല, അതിനോട് സാമ്യമുള്ള ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിംഗ് കിറ്റിനോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നം വരുന്നില്ല. എന്നാൽ നിങ്ങൾ അതിന് മുകളിലോട്ടുള്ള, ഞാൻ പല മോഡൽസും പലരും എനിക്ക് അയച്ചു തരാറുണ്ട്, 360 വാട്ട്സിൻ്റെ, 400 വാട്ട്സിൻ്റെ. ശരിക്കും ഇതൊന്നും 400 വാട്ട്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അതിൽ ലൂമനൊക്കെ എഴുതിയിരിക്കുന്ന 35,000 40,000 ലൂമനൊക്കെയാണ്. ചുമ്മാതെയാണ്. കാരണം ഞാൻ പല മോഡൽസും വാങ്ങി
പരീക്ഷ നോക്കിയിട്ടുള്ളതുകൊണ്ട് ലക്സ് മീറ്റർ എന്ന് പറയുന്ന മീറ്റർ എൻ്റെ കയ്യിലുണ്ട്. ആ മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി പല ലൈറ്റ് കമ്പനീസും പറയുന്നത് കളവാണ്, അതായത് തെറ്റാണ് എന്നുള്ളത് സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ പഴയ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ലൂമൻ വരുന്ന 19,800 19,800 ആണ്. ഇതിൻ്റെ വാട്ട്സ് വരുന്ന 192 വാട്ട്സ് ആണ്. അതുകൊണ്ട് സേഫ് ആണ്, ധൈര്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.